നമ്മളുടെ മനസ്സിനെ പരിവർത്തനത്തിന് വിധേയമാക്കണമെങ്കിൽ ഒരു കള്ളൻ്റെ മനസ്സിൽ എപ്പോഴും കള്ളത്തരം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും. ഒരു കഥകളി നടൻ്റെ മനസ്സിൽ അയാൾ അഭിനയിക്കാൻ പോകുന്ന കഥകളി രൂപത്തെ ധന്യമാക്കല. ഓരോ വ്യക്തിയും അയാൾ ജീവിച്ചു വന്ന ശൈലിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മാനസികാവസ്ഥ എന്നും ഉണ്ടാവും. ആ മനസ്സിനെ നമ്മൾ നന്മയിലേക്കോ തിന്മയിലേക്കോ കൊണ്ടുപോയത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പോകുന്നത് അത് 4 വാക്കിലൂടെ വിവരിക്കാം. ഒന്ന് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ട കുറേ കാര്യങ്ങൾ, നമ്മൾ കണ്ട കുറേ കാര്യങ്ങൾ, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ. ഇപ്പം ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്, ഈ 4ൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഭൂതകാല ജീവിത ശൈലിയിൽ നമ്മുടെ മനസ്സിൻ്റെ റോൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ റോളുള്ളത്. ഇനിയുള്ള കാലത്തും നമ്മുടെ മനസ്സിനെ അതേപോലെ നിലനിർത്തുകയോ മാറ്റം വരുത്തുകയോ ചെയ്യണമെങ്കിലും ഈ 4 പ്രക്രിയയിലൂടെ വേണം അതെല്ലാം ചെയ്യാൻ. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. അപ്പോൾ എന്തെല്ലാം നമ്മൾ കേട്ടോ, ശരിക്കും ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ മുകളിലുള്ള കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളുടെ ചെവി നന്മകളും തിന്മകളും കേൾക്കാനായിട്ട് തുറന്നു വെക്കണം. നിങ്ങളുടെ കണ്ണുകൾ നന്മകളും തിന്മകളും കാണാനായിട്ട് തുറന്നു വെക്കണം. നിങ്ങളുടെ മനസ്സ് നന്മകൾ മാത്രം എടുക്കാനായിട്ട് തുറന്നു വെക്കണം. പക്ഷേ 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളോടാണെങ്കിൽ ശ്രദ്ധയോടുകൂടി പറയാറുണ്ട്, നന്മകൾ എടുക്കാൻ വേണ്ടി ചെവി തുറന്നു വെക്കണം, നന്മകൾ കാണാൻ വേണ്ടി കണ്ണ് തുറന്നു വെക്കണം, നന്മകൾ എടുക്കാൻ വേണ്ടി മനസ്സ് തുറന്നു വെക്കണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ് അത് മാത്രം പോരാ, അതിന് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്. എന്തെങ്കിലും കേട്ടു അതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ കുറച്ച് മിനിറ്റുകളോ സെക്കൻഡുകളോ ചിലവഴിക്കണം. ഇപ്പം ലിസണിങ്, അനലൈസിങ്, ആ അനലൈസ് ചെയ്തതിൽ നിന്ന് നന്മകൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ അസിമുലേറ്റ് ചെയ്യണം, ഉൾക്കൊള്ളണം. വാച്ചിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്, കുറേ കാര്യങ്ങൾ കണ്ടതിനെ ഒന്ന് വിശകലനം ചെയ്തു, അതിൽ നന്മകൾ എടുത്തു. അതുപോലെ ഡിസ്കസിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിലെ നന്മകൾ എടുത്തു, നന്മകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു, അതെടുത്തു, ജീവിതത്തിൽ പകർത്തി. അപ്പോൾ നോക്കുക, തിങ്കിങ്, അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ്, ചിന്തിച്ചു, അതിൽ നിന്ന് നല്ലതെടുത്തു, നമ്മുടെ ജീവിതത്തിൽ പകർത്തി. അപ്പോൾ എപ്പോഴും ഈ 4 വാക്കുകൾ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമുക്ക് എവിടെയെല്ലാം സമയം കിട്ടുന്നോ, എപ്പോഴെല്ലാം അവസരം കിട്ടുന്നോ, എവിടേക്കെല്ലാം നമ്മൾ പോകുന്നോ ആ പോകുന്ന വഴിക്ക് കേൾക്കാനുള്ളത് കേൾക്കുക, പോയ സ്ഥലത്ത് കേൾക്കാനുള്ളത് കേൾക്കുക, കാണാനുള്ളത് കാണുക, ചർച്ച ചെയ്യാൻ സമയം വ്യർത്ഥമാകാത്ത വിധത്തിൽ ചർച്ച ചെയ്യാം. ഈ സ്കൂട്ടർ ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഒഴിച്ച് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഈ 4 പ്രോസസ് ഓഫ് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. അതിനുശേഷം വരുന്നതാണ് പ്രാക്ടീസിങ്, 5ാമത്തെ വാക്ക്. ടേക്ക് ഗുഡ് ഫ്രം വാട്ട് യു ഹാവ് ലിസൺഡ്, ടേക്ക് ഗുഡ് ഫ്രം വാട്ട് യു ഹാവ് വാച്ച്ഡ്, take good from what you have discussed, and take good from what you are thinking. From those good, among those good, you just do addition, deletion, modification and correction. ഏത് നന്മയിലും അത് നന്മയാവുന്നത് ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടും അയാളുടെ അവസ്ഥയും കൂടി അനുസരിച്ചിട്ടാണ്. എന്നിട്ട് ആ നന്മയിൽ തന്നെ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. അപ്പം ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്ങിൻ്റെ കൂട്ടത്തിലുള്ള 4 വാക്കുകളാണ് അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. അത് വരുത്തിയിട്ട് നമ്മൾ ദേശകാലാപരിച്ഛിന്ന, ദേശവും കാലവും നോക്കിയിട്ടാണ് നമ്മൾ അതിലെ നന്മകൾ എടുക്കേണ്ടത്. എന്നാലോചിച്ച് നോക്കാം, ഭഗവത്ഗീത അർജുനന് കൃഷ്ണൻ വിവരിച്ചു കൊടുത്തത് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണ്. കൃഷ്ണനും അർജുനനും തമ്മിൽ വളരെയധികം കാലത്തെ ബന്ധമുണ്ട്. അവർ വളരെ അടുത്ത ബന്ധുക്കളുമാണ്. പക്ഷെ അപ്പോഴൊന്നും ഉപദേശിച്ചു കൊടുത്തില്ല. എന്താ കാരണം? നമ്മൾ എന്താണോ കേൾപ്പിക്കേണ്ടത് അത് അവസരത്തിലേ കേൾപ്പിക്കാം.
തോന്നിയ സമയത്ത് തോന്നിയതുപോലെ തോന്നിയ ആൾക്കാർക്ക് തോന്നിയ കാര്യങ്ങൾ തോന്നിയ ആൾക്കാരെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവില്ല. അപ്പം നല്ല രീതിയിൽ നമ്മൾ കേൾക്കണം. ഇപ്പൊ ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ്, വാച്ചിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് തിങ്കിങ്, പ്രാക്ടീസിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് പ്രാക്ടീസിങ് ആയിരിക്കണം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഒരു വരി പറയുകയുണ്ടായി. പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, പ്രവർത്തിക്കണം, അതുപോലെ തന്നെ പ്രതികരിക്കണം. ഇപ്പൊ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതാണല്ലോ പഠിപ്പിക്കുക. ഇപ്പൊ ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ്, വാച്ചിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് തിങ്കിങ്. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗവും ലക്ഷ്യവും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എപ്പോഴും ഓർമ്മിക്കാനുള്ള കാര്യങ്ങൾ, നമ്മൾ എന്ത് കേൾക്കണം, എന്ത് കാണണം, എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചിന്തിക്കണം. ശരിക്കും MBAക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് IIT ക്യാമ്പസ് ബോംബെയിൽ നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. ശരിക്കും 7 ദിവസത്തെ ക്ലാസ്സായിരുന്നു. പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസർമാരായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. ഞങ്ങൾ 19 പേരുണ്ടായിരുന്നു. ഫോറിൻ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള ധാരാളം പേര് കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ വർഷം ഞാൻ ഉദ്ദേശിച്ചത് 2013, 14, 15 കാലയളവിലെ ക്ലാസ്സിൽ കോണ്ടാക്ട് ക്ലാസ് ആയിരുന്നു. സ്ഥിരമായിട്ട് ഞാനൊരു റെഗുലർ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ കേട്ടതും നമ്മുടെ പൈതൃകത്തിലൂടെ നമ്മൾ പഠിച്ചതും എന്ത് കേൾക്കണം, എന്ത് കാണണം, എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചിന്തിക്കണം എന്നുള്ളതിന് 4 വാക്കുകളാണ് ഉത്തരമായിട്ടുള്ളത്. ഒരു പക്ഷേ 5 വാക്കുകൾ, പക്ഷെ 4 വിഷയങ്ങൾ. യു ഹാവ് ടു ലിസൺ, വാച്ച്, ഡിസ്കസ് ആൻഡ് തിങ്ക് സ്റ്റോറീസ്, കഥകൾ, അതുപോലെ അനുഭവങ്ങൾ, അതുപോലെ ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ. ഞാൻ 5 വാക്കെന്ന് പറയുമ്പോൾ സത്യങ്ങളെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ജീവിത സത്യങ്ങളെന്ന് പറഞ്ഞാലേ മുഴുവനാവുള്ളൂ. അപ്പോൾ അനവധി കഥകൾ, അതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ, നല്ലവരുടെയും ചീത്തവരുടെയും അനുഭവങ്ങൾ, നല്ലതും ചീത്തയുമായ കഥകൾ, അതുപോലെ ഉപദേശങ്ങൾ, പിന്നെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അഥവാ ജീവിത സത്യങ്ങൾ. ഇത് 4മാണ് ഒരു മാനേജ്മെൻറ്റ്, ജീവിത മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കേൾക്കേണ്ടത്. ഇത് 4മാണ് നമ്മുടെ ജീവിതത്തെ അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കേണ്ടത്. ഇത് 4മാണ് കേൾക്കേണ്ടത്. മാത്രമല്ല, ഇനി യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആക്കണമെങ്കിലും ഈ 4 കേൾക്കേണ്ടത്. അതായത് കഥകൾ കേൾക്കണം, അനുഭവങ്ങൾ കേൾക്കണം, ഉപദേശങ്ങൾ കേൾക്കണം, ജീവിത സത്യങ്ങൾ കേൾക്കണം. ഇത് കേട്ടാൽ മാത്രം പോരാ, നേരത്തെ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യണം, അസിമുലേറ്റ് ചെയ്യണം. നല്ലതും ചീത്തയും കേൾക്കണം, നല്ലതും ചീത്തയും കാണണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കഥകൾ ആർക്ക് വേണ്ടിയിട്ടാണ് കേൾക്കുക? ശരിക്കു പറഞ്ഞാൽ കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറവാണ്, കഥകൾ കാണാൻ ഇഷ്ടമില്ലാത്തവർ കുറവാണ്, കഥകൾ ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഇഷ്ടമില്ലാത്തവർ കുറവാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കഥകൾ കേൾക്കേണ്ട പ്രായമൊന്നും അല്ലല്ലോ നമ്മുടേത്, പിന്നെ എന്തിനാ കഥകൾ കേൾക്കുന്നത് എന്നെല്ലാം തോന്നും. പക്ഷെ ഒന്ന് ഉറപ്പാണ്, എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ്. ഈ കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണ്, കാണുന്നത് ഇഷ്ടമാണ്. അപ്പോൾ കഥകൾ കേൾക്കുന്നത് ലോവർ ലെവലിലുള്ളവരാണ്. അപ്പോൾ ലോവർ ലെവലിലുള്ളവർക്ക് കഥകൾ, കുറച്ചുകൂടി ഉയർന്നു കഴിഞ്ഞാൽ കഥകളും അനുഭവങ്ങളും ചേർത്ത് പറയാം. കുറച്ചുകൂടി ഉയർന്നു എന്ന് വിചാരിക്കാം, അപ്പോൾ പിന്നെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കുറച്ചുകൂടി ഉയർന്നു എന്ന് വിചാരിക്കാം, അപ്പോൾ കഥകളും പറയണ്ട, അനുഭവങ്ങളും പറയണ്ട, വെറുതെ ഏതാനും വരികളിൽ ഉപദേശം മാത്രം കൊടുത്താൽ മതി. ആ ഉപദേശം മാത്രം കൊടുക്കുന്ന ലെവലിൽ, അത് 3ാമത്തെ ലെവലാണ്. 4ാമത്തെ ലെവലാണ് ശരിക്ക് കഥകൾ കേൾപ്പിക്കുന്ന ലെവല്, കഥകളും അനുഭവങ്ങളും കേൾപ്പിക്കുന്ന ലെവല്, അനുഭവങ്ങൾ കേൾപ്പിക്കുന്ന ലെവല്, ഉപദേശങ്ങൾ കേൾപ്പിക്കുന്ന ലെവല്. അതിൽ നിന്ന് മുകളിലേക്ക് പോയി വിചാരിക്കാം. വളരെ ഉജ്ജ്വലനായിട്ടുള്ളൊരു വ്യക്തി, അയാളുടെ അടുത്ത് ഒരു ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് ഉപദേശം കൊടുക്കേണ്ട കാര്യമുണ്ടോ? രമണ മഹർഷിയുടെ അടുത്ത് ഉപദേശം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ശാസ്ത്ര കാര്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഉപദേശം കൊടുക്കേണ്ട കാര്യമുണ്ടോ? സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർ KJ യേശുദാസിന് ഉപദേശം കൊടുക്കേണ്ട കാര്യമുണ്ടോ?
ഉപദേശങ്ങൾ പോലും ആവശ്യമില്ലാത്ത ലെവലിലേക്ക് മനുഷ്യരെത്തുമ്പോൾ അവിടെ ജീവിത സത്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോറീസ്, എക്സ്പീരിയൻസസ്, മെസ്സേജസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ഫാക്ട് അബൌട്ട് ദ ലൈഫ്. കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ, ഇത് കേൾപ്പിക്കാം. അപ്പോൾ ഇത് തന്നെ കാണിപ്പിക്കാനും സാധിക്കും, നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കഥകൾ കേൾപ്പിക്കുക, അതിനേക്കാൾ മുകളിൽ പോയാൽ ചിലപ്പോൾ കഥകളും അനുഭവങ്ങളും മിക്സ് ചെയ്ത് കേൾപ്പിക്കാം, അതിനേക്കാൾ മുകളിലേക്ക് പോയാൽ അനുഭവങ്ങൾ കേൾപ്പിക്കുക, അതിനേക്കാൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപദേശങ്ങൾ കേൾപ്പിക്കുക, ലാസ്റ്റ് ലെവല് 5ാമത്തെ ലെവലിൽ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ദ ട്രൂത്ത് ആൻഡ് ഫാക്ട് അബൌട്ട് ദി ലൈഫ് കേൾപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ സാധിക്കും. അതേപോലെ ഇപ്പോൾ പറഞ്ഞ 4-5 കാര്യങ്ങളെ കേൾപ്പിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ എന്ന പദത്തിലൂടെ നയിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡും, ബാഡ് തോട്ട്സിനെ ഗുഡ് തോട്ട്സും, ബാഡ് ആക്ഷനെ ഗുഡ് ആക്ഷനും ആക്കാനാണ് നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ആദ്യം കൊണ്ടുപോവുക. ആ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് സർജറി നടത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റേ വാഷ് ചെയ്തിട്ട്, ക്ലീൻ ചെയ്തിട്ട്, ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട 2 ചെവി, കണ്ണ്, ഇവയെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ പ്ലസ് നാക്ക് മറ്റൊരു ഫങ്ഷണൽ ഓർഗനായിട്ട് ഉപയോഗിച്ചാൽ ഈ കേൾക്കലും കാണലും ചർച്ച ചെയ്യലും പന്താവിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ മനസ്സാണ് എല്ലാത്തിനും ആധാരം. ഈ മനസ്സിലാണ് വാശിയുള്ളത്, പകയുള്ളത്, വിദ്വേഷമുള്ളത്, അഹങ്കാരമുള്ളത്, ഭയമുള്ളത്, പിന്നെ ദേഷ്യമുള്ളത്, തോന്നലുകളെല്ലാം മനസ്സിലാണ്. നന്മകളും ഉള്ളത് മനസ്സിൽ തന്നെയാണ്. സ്നേഹമുള്ളത്, ബഹുമാനം, കടമ, കടപ്പാട്, കരുണാദയ. ശരിക്കും ഈ ജീവിതം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തോന്നലാണ്. സാമ്പാറിന് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു, ട്രെയിൻ എറണാകുളത്തേക്ക് വരുന്നത് 12:30 മണിക്കാണെന്ന് തോന്നുന്നു, ഇത് നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നു, ആ വ്യക്തി നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു, ഈ ഷർട്ടിൻ്റെ തുണി നല്ലതാണെന്ന് തോന്നുന്നു, തറക്കേടില്ലെന്ന് തോന്നുന്നു, ആ കടയിലുള്ളവർ സത്യസന്ധരാണെന്ന് തോന്നുന്നു. ഈ തോന്നലുകളാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ആധാരമാക്കിയിട്ടുള്ളത്. അപ്പം മനസ്സിനെ നമുക്ക് ധന്യമാക്കാൻ നമ്മളുടെ പൂർവികർ കണ്ടെത്തിയ അനവധി മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി നമുക്ക് തരിക. എന്തിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയത്? ക്രിസ്ത്യാനികൾക്ക് ഒരു ഗ്രന്ഥമല്ലേ ഉള്ളൂ, മുസ്ലിങ്ങൾക്ക് ഒരു ഗ്രന്ഥമല്ലേ ഉള്ളൂ, സിഖുകാർക്ക് ഒരു ഗ്രന്ഥം, അതുപോലെ തന്നെ ബുദ്ധമതക്കാർക്ക് 1-2 ഗ്രന്ഥമേ ഉള്ളൂ, മറ്റു മതക്കാർക്കൊക്കെ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഭാരതീയർക്ക് എന്തിനാ ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ? അത് എഴുതിയതാവട്ടെ ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരാണ്. അതിനകത്തുള്ള വിഷയങ്ങളാവട്ടെ ആയിരക്കണക്കിന് വിഷയങ്ങളാണ്. അത് എഴുതിയത് ഒരു പ്രത്യേക കാലഘട്ടത്തിലല്ല, ആയിരക്കണക്കിന് വർഷങ്ങളിലാണ് അത് എഴുതിയത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നു. അവരിത്രയും അധികം എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് ഉത്തരം പറയാൻ സാധിക്കും. ഒരു ഗ്രന്ഥത്തിലൂടെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല. ഒരു ആചാര്യൻ വിചാരിച്ചാലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും കൊടുക്കാൻ സാധ്യമല്ല. മനുഷ്യർക്ക് ഒരു വിഷയമല്ല താല്പര്യമുള്ളത്, ആയിരക്കണക്കിന് വിഷയങ്ങളാണ് താല്പര്യമുള്ളത്. ഒരേ നിറത്തിലുള്ള ഡ്രസ്സ് അല്ലല്ലോ നമുക്ക് താല്പര്യമുള്ളത്, ഒരേ തരത്തിലുള്ള കാറല്ലല്ലോ ഓരോരുത്തർക്ക് താല്പര്യമുള്ളത്, ഒരേ രീതിയിലുള്ള വീടല്ല, ഒരേ രീതിയിലുള്ള ഭക്ഷണമല്ല, ഒരേ രീതിയിലുള്ള പാട്ടുകളല്ല, ഒരേ രീതിയിലുള്ള കളികളല്ല, ഒരേ രീതിയിലുള്ള എൻ്റർടൈൻമെൻ്റ് അല്ല നമുക്കിഷ്ടമുള്ളത്. എല്ലാവർക്കും വൈവിധ്യമാർന്ന കാര്യങ്ങളിലാണ് താല്പര്യമുള്ളത്. അപ്പോൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വേണം, അത് ആയിരക്കണക്കിന് ആചാര്യന്മാരുടെ കോൺട്രിബ്യൂഷൻ ആകണം, അതിൽ ആയിരക്കണക്കിന് വിഷയങ്ങളും ഉണ്ടാവണം. അത് ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും നടത്തിയിട്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ചേർക്കേണ്ടത് ചേർത്ത്
പണ്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ കളഞ്ഞ്, കുറവുണ്ടെങ്കിൽ പരിഹരിച്ച്, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുമ്പോട്ട് പോകാനാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ പൂർവികർ എഴുതിയത്. ഇന്ന് നോക്കുക, രാമായണം തന്നെ 100-200 പരം രാമായണം നമ്മളുടെ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. കുറേ അധികം മഹാഭാരതത്തിന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളതേതോ അത് സ്വീകരിക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമുള്ള അത്രയും സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തത് തിരസ്കരിക്കുക. മാത്രമല്ല, ആ സ്വീകരിക്കുന്നതിൽ തന്നെ നീയും അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് മുമ്പോട്ട് പോവാം. ശിക്ഷ സഖിഭ്യ ഹവിഷി സ്വധാവ സ്വയം യജസ്വ ധന്വം വൃതാന. നീ തന്നെത്താനെ ചിന്തിച്ച്, നിന്റെ സുഹൃത്തുക്കളുമായിട്ട് ചിന്തിച്ച്, ഒരുമിച്ച് പഠിച്ച് ധന്യമായ രീതിയിൽ വളർന്ന് സ്വയം വൃതാന, ഒറ്റയ്ക്ക് അവനവൻ തന്നെ ഉയരണം. ഉയരേണ്ട ഉത്തരവാദിത്വം അവനവനാണ്. പഠിക്കലും അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ ആരുടെ സപ്പോർട്ട് വേണമെങ്കിലും സ്വീകരിക്കാം. അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ഉയരേണ്ടത് ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്, ഉയരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവനവന് തന്നെയാണെന്ന് മറക്കാത്ത വിധത്തിൽ വേണം ഉയരാൻ. അപ്പോൾ നമ്മളുടെ ലക്ഷ്യമാണ് ഈ ജീവിതത്തിൽ മാനസികമായിട്ട് ഉയരുക. അതിന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാർ എഴുതിയതാണ്, ആയിരക്കണക്കിന് വിഷയങ്ങൾ അതിലുണ്ട്. അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയതാണ്. അതിനകത്ത് എന്താ ഉള്ളത് ശ്രദ്ധിക്കുക. അതിനകത്ത് 10 കാര്യങ്ങളാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ആചാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഉപഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും സ്തോത്രങ്ങളും സ്തുതികളും ഉൾപ്പെടെ ഉള്ളതുണ്ട്. എന്നുകൂടി പറയാം. ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഉപഗ്രന്ഥങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങള്, പിന്നെ ശ്ലോകങ്ങളും കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഏത് തരത്തിൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത്രയും ഏതേത് ലെവലിലുള്ളവർക്ക് വേണോ അവരത് സ്വീകരിച്ച് അവരത് ഉൾക്കൊണ്ട് അവരുടെ മനസ്സിനെ മാറ്റാം. അത് ഇനി കഥകൾ കേൾക്കൽ മാത്രമല്ല, അനുഭവങ്ങൾ കേൾക്കൽ മാത്രമല്ല, കണ്ണുകൊണ്ട് വായിച്ചു പഠിക്കാം. മാത്രമല്ല, സിനിമയെ പോലെയുള്ളത് കണ്ണുകൊണ്ട് കണ്ടുപഠിക്കാം. ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തില് കേട്ടും കണ്ടും സിനിമ മീഡിയത്തിലൂടെ പഠിക്കാൻ സാധിക്കും. കേരളത്തിലെ സിനിമ എന്ന് പറയുന്നത് അത്രയ്ക്കും ജീവിതഗന്ധിയാണ്. ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകൾ ലോകത്തിൽ ആർക്കെങ്കിലും കാണണമെങ്കിൽ കേരളത്തിലേക്ക് വരണം. 100 കണക്കിന് സിനിമയുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് കണ്ടത് 2020 എന്ന സിനിമയാണ്. ഒരു വക്കീല്, അയാള് പോലീസുകാര് ഒരുമിച്ചിരുന്ന് തിന്മ ചെയ്യുന്നവരെ അങ്ങ് അവസാനിപ്പിക്കാം. കോടതിയിലേക്കൊന്നും പോയില്ല. പക്ഷെ ഇതൊരു കഥയാണ്. ആ കഥ പോലെ അല്ല ജീവിതത്തിൽ നടക്കാം. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന സിനിമ, ദേവാസുരം എന്ന സിനിമ, ആറാം തമ്പുരാൻ എന്ന സിനിമ, നമുക്ക് രാവണപ്രഭു എന്ന സിനിമ, എത്ര സിനിമകളാണ് ഉള്ളത്. പെരുന്തച്ചൻ എന്ന സിനിമ, ഈ തന്മാത്ര എന്ന സിനിമ, രസതന്ത്രം എന്ന സിനിമ. ഈ സിനിമകൾ കഥകൾ കേൾക്കുന്നത് പോലെ തന്നെ കഥകൾ കണ്ട് നമുക്ക് ജീവിതത്തെ അടിമുടി മാറ്റാൻ സാധിക്കും. ഭ്രമരം എന്ന സിനിമ ഒന്ന് ആലോചിച്ച് നോക്കാം. ഭ്രമരം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെയൊക്കെ അഭിനയം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും സുരേഷ് ഗോപിയൊക്കെ ജീവിതത്തിൽ അഭിനയിക്കുകയും സിനിമയിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. അവർ വീട്ടിൽ അഭിനയിക്കുക, സിനിമയിൽ അവർ ജീവിക്കുക. ഈ ധന്യമായൊരു ജീവിതത്തിന് നമുക്ക് സന്ദേശം തരുന്ന കഥകൾ കേൾക്കാം, കഥകൾ കാണാം. ഈ കഥകൾ നമ്മൾ കേൾക്കുകയും കണ്ടും ചെയ്ത് അത് ആസ്വദിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ പോരാ, പകരം ധന്യമായി അത് അനലൈസ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് എത്രത്തോളം അത് പ്രയോജനപ്പെടും എന്ന് നോക്കിയിട്ട് അതിനെ നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ, നമ്മുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് സ്റ്റോറീസ്, എക്സ്പീരിയൻസസ്, മെസ്സേജസ്, ദ ട്രൂത്ത് ആൻഡ് ഫാക്ട് ഓഫ് ലൈഫ്,
ക്യാൻ ചേഞ്ച് അസ് ഫണ്ടമെന്റലി. നമ്മളെ അടിമുടി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളെ മാറ്റണമെങ്കിൽ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരിയിൽ പറഞ്ഞതുപോലെ ഉദ്ധരേത് ആത്മാനം, അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവനാണ്. അവനവന്റെ ബന്ധു അവനവനാണ്. അവനവനെ അവഹേളിക്കാതിരിക്കേണ്ടത് അവനവനാണ്. അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. അപ്പൊ ഉദ്ധരേത് ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന. അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അവനവന്റെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉദ്ധരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അവനവനെയും കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കേണ്ടതും അവനവൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനവൻ്റെയും അവനവൻ്റെ കുടുംബത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ബന്ധുക്കള് അവരവർ തന്നെയാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് അവരവരുടെ ശത്രുക്കളുമാവുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരിയിൽ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പകർത്താൻ സാധിക്കുകയാണെങ്കിൽ ആ പകർത്തലാണ് നമ്മുടെ ജീവിതത്തെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്ന പന്താവിലേക്ക് നയിക്കുന്നതും നമ്മുടെ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആക്കുന്നതും ധന്യമായൊരു ജീവിതം, ഗ്ലോറിയസ് ലൈഫ് നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും ഈ ഒരു പന്താവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. ജീവിതത്തിലെ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. എത്തേണ്ട സ്ഥലത്ത് എത്താൻ നമുക്ക് ജഗദീശ്വരൻ അനുഗ്രഹം തരാതിരിക്കില്ല. ഇനിയും നമ്മുടെ ക്ലാസ് തുടരുന്നുണ്ടായിരിക്കും. പ്രണാമം, നമസ്കാരം.